മാങ്ങാണ്ടിയുടെ മുഖ്യமான സംഗി ചാനലിലെ ഒരു മുഴുനീളൻ ചർച്ചയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു യുവമോർച്ചക്കാരന്റെ കൂട്ടിൽ കയറി മാങ്ങാണ്ടി കിളിർപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ചില വാർത്തകളായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പോവുകയാണ്. അന്വേഷിച്ചു, യാഥാർത്ഥ്യം തന്നെയാണ്. ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ആരാണ് ഇരയാക്കപ്പെട്ടത്, ആരാണ് വേട്ടക്കാരൻ എന്നതിനെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ യവൻ ഒരു മനുഷ്യനാണെന്നാണ്. അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം വാസക്ടമി ചികിത്സ, അതായത് ഈ പുരുഷ വന്ധ്യംകരണം, അത് ഈ മാങ്ങാണ്ടിയെ ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്ന ലീഗന്മാരും മൗദൂദികൾ അറിയല്ലോ, വീടുകളിൽ പലയിടത്തും മാങ്ങാണ്ടി കിളർക്ക് അവസരമുണ്ട്. കാര്യം സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വീക്ക്നെസ് ആണെന്ന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിയാണ്. പാലക്കാടുള്ള ഒരു പ്രമുഖ യുവമോർച്ച നേതാവാണ്. ആ നേതാവിനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കാത്തത് ഒരു ഇരയാക്കപ്പെട്ട ചെറുപ്പക്കാരനാണ്. പോരാത്തതിന് സമൂഹത്തിന്റെ മുന്നിൽ അഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാൻ ഒരു മനുഷ്യന്റെ അവകാശമുണ്ട്. ഈ അടുത്ത ദിവസം അനന്തു എന്നൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ ഒരു RSS കാരനോടും ബന്ധം പുലർത്തരുത് എന്ന് പറഞ്ഞ വാചകത്തെ മുൻനിർത്തിയാണെങ്കിൽ ഇവരെ പോലുള്ള വ്യക്തികളെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ പുറത്ത് പറയുന്നത് പ്രചരിപ്പിക്കുന്ന രീതി വെച്ചാണെങ്കിൽ ഇവർക്കെതിരെ കിട്ടുന്ന അവസരങ്ങളിൽ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി ഇവനെയൊക്കെ അങ്ങ് തുരച്ചു കളയാണ് വേണ്ടത്.